നമസ്കാരം. ഇന്ത്യൻ ടീമിനൊപ്പം T20 ക്രിക്കറ്റിൽ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസന്റെ ബെസ്റ്റ് ടൈമാണ് ഇനി വരാനിരിക്കുന്നതെന്ന് ഉറപ്പായിരിക്കുകയാണ്. T20യിൽ അദ്ദേഹത്തിന് പ്രധാന ഭീഷണിയായിരുന്ന മുൻ വൈസ് ക്യാപ്റ്റൻ കൂടിയായ ശുഭ്മൻ ഗില്ലിനെ ഇപ്പോൾ ടീമിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതവരുടെ നല്ല കാലമാണെന്ന് പറയാം. ഇതോടെ അടുത്ത T20 ലോകകപ്പിലടക്കം ഓപ്പണിംഗ് സ്ഥാനവും സഞ്ജു ഉറപ്പിച്ചിരിക്കുകയാണ് എന്ന് പറയാം. ഗില്ലിന്റെ മടങ്ങിവരവിന് ശേഷം കോച്ച് ഗൗതം ഗംഭീറിന്റെ ഭാഗത്തു നിന്നും ചെറിയ അവഗണനകൾ തന്നെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിരുന്നു എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു. ഇത് കാരണം തുടർച്ചയായി 6 T20കളിലാണ് അവസരമില്ലാതെ മലയാളി താരം ബെഞ്ചിലിരുന്നത് എന്ന് പറയാം. എന്നാൽ ഇപ്പോൾ വീണ്ടും കോച്ചിന്റെ ഫേവറേറ്റായി സഞ്ജു മാറിയെന്ന് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ T20 പരമ്പരയിലെ അവസാന മത്സരത്തോടെ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് എന്നുകൂടി പറയാം. അതിന്റെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ദിവസങ്ങൾക്ക് മുൻപ് നടന്ന 5ാമത്തെയും അവസാനത്തെയുമായിരുന്ന T20യിൽ സൗത്ത് ആഫ്രിക്കയെ 30 റൺസിന് തകർത്തുവിടാൻ തന്നെ ഇന്ത്യക്ക് കൽപ്പുണ്ടായിരുന്നു. ഈ ജയത്തോടെ 5 മത്സരങ്ങളുടെ പരമ്പര 3-1 ഇന്ത്യ കൈക്കലാക്കുകയും ചെയ്തിരുന്നു. 6 T20കളിൽ തഴയപ്പെട്ട ശേഷം ഓപ്പണറായി സഞ്ജു സാംസൺ ടീമിലേക്ക് മടങ്ങിയെത്തിയ മത്സരം കൂടിയാണിതെന്ന് പ്രത്യേകതയാണ്. കളിയുടെ എല്ലാ മേഖലയിലും അദ്ദേഹം ഇമ്പാക്ട് ഉണ്ടാക്കുകയും ചെയ്തു. 22 ബോളിൽ 4 4-ഉം 2 6-ഉം അടക്കം 37 റൺസ് സഞ്ജു അടിച്ചെടുത്തു. പിന്നീട് വിക്കറ്റിന് പിന്നിലും മിന്നിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. നിർഭാഗ്യവശാൽ വിക്കറ്റ് ലഭിച്ചില്ലെങ്കിലും സഞ്ജുവിന്റെ ഒരു മിന്നൽ സ്റ്റംപിംഗ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഡേവിഡ് മില്ലറുടെ ബുദ്ധിമുട്ടേറിയ ഒരു ഹൈ ബോൾ ക്യാച്ച് എടുത്ത അദ്ദേഹം കളിയുടെ ക്ലൈമാക്സിൽ ഒരു റിവ്യൂ എടുക്കാനും ടീമിനെ സഹായിച്ചു. അപകടകാരിയായ മാർക്കോ യാൻസണിന്റെ വിക്കറ്റ് ഇന്ത്യക്ക് സമ്മാനിച്ചത് സഞ്ജുവിന്റെ ഈ നീക്കമായിരുന്നു. ഈ കളിയിൽ മലയാളി താരത്തിന്റെ തന്നെ പ്രകടനം ഗൗതം ഗംഭീറിനെ ഏറെ സന്തോഷിപ്പിച്ചു എന്നതാണ് പുറത്തു വന്നിട്ടുള്ള വീഡിയോയിൽ നിന്നും വ്യക്തമാകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. മത്സരം പൂർത്തിയായ ശേഷം ഇന്ത്യൻ താരങ്ങൾ ഗ്രൗണ്ട് വിടവെ സഞ്ജുവിന്റെ അടുത്തേക്കാണ് ഗംഭീർ നടന്നു വന്നത്. കയ്യിൽ പിടിച്ചേറെ സന്തോഷത്തോടെ അഭിനന്ദിക്കുകയും ചെയ്തു. പിന്നാലെ ടീം അംഗമായ ഹാർദിക് പാണ്ഡ്യയും സഞ്ജുവിന് അരികിലേക്ക് വന്ന ഹസ്തദാനം നൽകി പ്രശംസിക്കുകയും ചെയ്തതായിരുന്നു എടുത്തു പറയേണ്ടത്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ തുടർന്ന് 3 പേരും കൂടി അല്പസമയം ഗ്രൗണ്ടിൽ നിന്ന് സംസാരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ടീം അംഗങ്ങളെല്ലാം തന്നെ പോയ ശേഷവും ഗ്രൗണ്ടിൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജുവിന്റെ കൂടെ തന്നെയായിരുന്നു ഗംഭീർ എന്ന് പറയാം. ഏറെ നേരെ ഇരുവരും പരസ്പരം സംസാരിക്കുന്നതും ഗംഭീർ ചില ഉപദേശങ്ങൾ നൽകുന്നതുമെല്ലാം വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ത്യൻ ടീമിന്റെ അടുത്ത പരമ്പര ജനുവരിയിൽ തന്നെയാണ് തുടങ്ങാൻ നിൽക്കുന്നത്. ന്യൂസിലൻഡുമായിട്ടാണ് നടക്കുന്നത്. 3 ഏകദിനങ്ങളും 5 T20കളും കിവികൾ ഇവിടെ കളിക്കുന്നുണ്ട്. ജനുവരി 21-ന് T20 പരമ്പര ആരംഭിക്കുന്നുമുണ്ട്. T20 ലോകകപ്പിന് മുൻപ് ഇന്ത്യയുടെ അവസാനത്തെ റിഹേഴ്സൽ കൂടിയാവും ഇതെന്ന് പറയാം. സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും തന്നെയാണ് ഈ പരമ്പരയിൽ ടീമിലുള്ളതെന്ന് കൂടി പറയണം. സഞ്ജുവിന്റെ ബാക്കപ്പായി ഇഷാൻ കിഷൻ ടീമിലേക്ക് തിരികെ വന്നതും ഒരു ശരിയ കാര്യം തന്നെയാണ്. വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും കളിക്കാൻ അവസരം ലഭിക്കുമോ എന്നുള്ള കാര്യം കൂടുതൽ ഇഷാന്റെ കാര്യത്തിൽ നോക്കേണ്ടതായുണ്ട്. എന്തായാലും സഞ്ജു വീണ്ടും ഗംഭീറിന്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഒന്നാൾ മാറുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അധികം വൈകാതെ തന്നെ സഞ്ജുവിന്റെ സാധാരണയുള്ള സ്വഭാവം വെച്ച് അത് മാറാനാണ് പതിവ്. സഞ്ജുവിന് നമ്മൾ അവസരം കൊടുത്തു കഴിഞ്ഞാൽ സഞ്ജു ഡക്കാവുകയും അത് മികച്ച രീതിയിൽ ഉപയോഗിക്കാതെ പോവുകയും ഒക്കെയാണ് ചെയ്യാറുള്ളത്. ആ പതിവ് തെറ്റിക്കുമോ അല്ലെങ്കിൽ അത് നന്നായിട്ട് പോകുമോ എന്നുള്ളതൊക്കെ ഇനി കണ്ടു തന്നെ അറിയണം.